ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു 5-10 ട്രേഡൊക്കെ അടുപ്പിച്ച് SL അടിക്കുന്ന സമയത്ത് അവിടെ വെച്ച് സ്ട്രാറ്റജി മാറ്റുന്ന ആൾക്കാരാണ് നമ്മൾ പല ആൾക്കാരും. അതിൽ പല ആൾക്കാരും ഒരു 3-4 SL അടുപ്പിച്ചടിച്ചാൽ തന്നെ സ്ട്രാറ്റജി മാറ്റുക, അല്ലെങ്കിൽ സ്ട്രാറ്റജി മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഇമോഷൻ പോയിട്ട് ഓവർ ട്രേഡ് ചെയ്യുക, റിവെഞ്ച് ട്രേഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആകെ കൊളാക്കും. ഒരു 3-4 ഞാൻ പറയുന്നത് അടുപ്പിച്ച് SL അടിക്കണതാണ്. 3-4 SL അല്ല, അതിൻ്റെ ഇടയിൽ ഒരു ടാർഗറ്റ് വരികയാണെങ്കിൽ അത് വേറെ കേസ്. അതല്ലാതെ അടുപ്പിച്ച് ഒരു ട്രേഡ് എടുത്ത് SL അടിച്ച്, അതായത് നമ്മളൊരു സ്ട്രാറ്റജി ഫുള്ള് സെറ്റാക്കിയതിന് ശേഷമുള്ള കാര്യമാണ്. ഒരു സ്ട്രാറ്റജി ഒക്കെ നോക്കി പഠിച്ച് ഫുള്ള് സെറ്റാക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് ഒരു ട്രേഡ് SL അടിച്ച്, 2 ട്രേഡ് SL അടിച്ച്, ഒരു 3 ട്രേഡ് 4 ട്രേഡൊക്കെ SL അടിക്കുമ്പോൾ തന്നെ സ്ട്രാറ്റജി ഒഴിവാക്കുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനൊക്കെ നോക്കുന്ന ആൾക്കാരാണ് നമ്മൾ പല ആൾക്കാരും. അത് കുറച്ചും കൂടി ഇമോഷൻ കൺട്രോളൊക്കെ ഉണ്ട്, നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു മാക്സിമം ഒരു 5 ട്രേഡ് അല്ലെങ്കിൽ ഒരു 10 ട്രേഡ് വരെയൊക്കെ മാക്സിമം പോകും. അതിനപ്പുറത്തേക്ക് പോയാൽ ഓരോ സൈക്കോളജിയും പോയിട്ട് ഓരോ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യും, മിസ്റ്റേക്സ് വരുത്തും ട്രേഡിങ്ങിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, അടുപ്പിച്ച് ഒരു 20 ട്രേഡ് SL അടിച്ചാൽ പോലും, അല്ലെങ്കിൽ ഒരു 100 ട്രേഡ്, ടോട്ടൽ ഒരു 100 ട്രേഡ് എടുക്കുന്നതിൽ ഒരു 95 എണ്ണം SL അടിച്ചാൽ പോലും ഇമോഷണലി പ്രശ്നമാവാതെ ബാലൻസ് ഒരു 5 എണ്ണം മാത്രം ടാർഗറ്റ് അടിക്കുള്ളൂ. പക്ഷെ എന്നാലും ഓവറോൾ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോയ ഒരു ട്രേഡറെ കുറിച്ചാണ്. അതിൽ കോടിക്കണക്കിന് പൈസ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു രീതിയിൽ ട്രേഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരാളെ കുറിച്ചാണ്. അപ്പോൾ ഈ ട്രേഡർ എന്ന് വെച്ചാൽ ആ ട്രേഡർ എങ്ങനെ അത്ര SL അടിച്ചിട്ടും ഓവറോൾ പ്രോഫിറ്റായി. അതായത് വിന്നിങ്, നമ്മൾ സാധാരണ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കോഴ്സ് നോക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കോഴ്സ് കൊടുക്കുന്ന ആൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്ന മെയിൻ ഒരു ടാഗ് ലൈൻ എന്ന് വെച്ചാൽ, ഇതിന് ഇത്ര % വിൻ റേറ്റ് ഉണ്ട്, നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് 100 ട്രേഡ് എടുത്താൽ 90% വിൻ റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 95% വിൻ റേറ്റ് ഉണ്ട്, 80% വിൻ റേറ്റ് ഉണ്ട്. ഈ രീതിയിലൊക്കെ ആയിരിക്കും പല ആളും അഡ്വർടൈസ്മെൻറ്റ് തന്നെ ചെയ്യുന്നത്. അത് കണ്ടിട്ടായിരിക്കും പല ആൾക്കാരും സ്ട്രാറ്റജി പിന്നാലെ പോകുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ 100 ട്രേഡ് എടുത്ത് എത്ര എണ്ണം പ്രോഫിറ്റ് ആയിരിക്കും, കൂടുതൽ എണ്ണം പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. സോ അതിനൊക്കെ ഉള്ളൊരു, അതിൻ്റെ പിന്നിലൊക്കെ ഉള്ളൊരു റിയാലിറ്റി ചെക്കും കൂടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ആ ട്രേഡർ എങ്ങനെ അത്രയും SL അടിച്ചിട്ടും, ഒരുപാട് SL അടിച്ചിട്ടും ഓവറോൾ പ്രോഫിറ്റബിളായി മുന്നോട്ട് പോയി. അതിന് പുള്ളി ഫോളോ ചെയ്തൊരു 5 റൂൾസ്, അതേപോലെ മുമ്പ് വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ട്രേഡിംഗ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്തിട്ട്, ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്തിട്ട് ഓർക്ക് ട്രേഡിങ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഓരെ കൊണ്ട് ഫണ്ട് മാനേജ്, ഹ്യൂജ് ഫണ്ട് ഓരെ കൊണ്ട് മാനേജ് ചെയ്യിപ്പിച്ചിട്ട് $millions ഓരെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിച്ച് പ്രോഫിറ്റബിൾ ആക്കിയിട്ടുണ്ട്. സോ ട്രേഡിംഗ് എന്ന് പറയുന്നത് പഠിക്കാൻ ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ, ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്ക് പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് എന്നുള്ളതിനുള്ള ഒരു തെളിവും കൂടാണ് ആ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ആ സ്റ്റോറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇനി ഓവറായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ താരം, നമ്മൾ ഇത്രയും നേരം ഹൈപ്പൊക്കെ കൊടുത്ത നമ്മളെ മെയിൻ ട്രേഡർ എന്ന് പറഞ്ഞത് റിച്ചാർഡ് ഡെന്നിസ് ആണ്. റിച്ചാർഡ് ഡെന്നിസ് എന്ന് പറഞ്ഞ ട്രേഡർ കുറേ പണ്ട് ട്രേഡ് ചെയ്ത ആളാണ്. അതായത് 1970-80 ആ ടൈമിലൊക്കെ ട്രേഡ് ചെയ്ത ഒരാളാണ്. സോ മൂപ്പര് കഥ ഒരു ബ്രീഫാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു $400 വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് $200 മില്യൺ വരെ എത്തിച്ചൊരു ട്രേഡറാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റോറി വരുന്നത് $1600 ഫാമിലിയിൽ നിന്ന് മേടിച്ചിട്ടാണ് മൂപ്പര് ട്രേഡ് ചെയ്യാൻ പോണത്. അങ്ങനെ പോണ സമയത്ത് അവിടെ ട്രേഡിങ്ങിന് നമ്മളിപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടൊക്കെ തുറക്കണമെങ്കിൽ ഒരു ചെറിയ ചാർജ് ഉണ്ടല്ലോ, $0 $200 അങ്ങനത്തെ ചാർജൊക്കെ ഉണ്ടല്ലോ. സോ അതേപോലത്തെ ഒരു ചാർജ് അവിടെ പേ ചെയ്യണം ട്രേഡിങ് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് $1200 ചിലവായിട്ടുണ്ട്. അപ്പം അങ്ങനെ $1600 വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് $1200 ആ ട്രേഡിംഗ് സീറ്റിന് വേണ്ടി കൊടുത്തിട്ട് ബാലൻസ് ആകെ $400 കയ്യിലുണ്ടായിരുന്നുള്ളൂ. ആ $400 വെച്ച് ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടാണ് പുള്ളി ഈ ഒരു ഹ്യൂജ് ലെവൽ ഓഫ് ഫോർച്യൂണൊക്കെ ബിൽഡ് ചെയ്തെടുത്തത്. ഇത്രയും $200 മില്യൺ വരെ എത്തിയെന്നാണ് പറയുന്നത്. സോ അത്രയും പ്രോഫിറ്റിലേക്ക് മൂപ്പര് എത്തിയത് എങ്ങനെ, ഈ ചെറിയ പൈസ വെച്ചിട്ട് എങ്ങനെയാണ് ഇത്രയും പ്രോഫിറ്റബിളായി മാറിയത്, ആ കഥയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ റിച്ചാർഡ് ഡെന്നിസ് എന്ന് പറഞ്ഞ ട്രേഡറെ കഥയിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന 2 കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞ ഈ വെറും ഈ ഒരു $400 വെച്ച് ട്രേഡ് ചെയ്തിട്ട് അതിന് ശേഷം പിന്നീട് ഫണ്ട് ആഡ് ആയിട്ടൊക്കെ ഉണ്ടായിരിക്കും, അല്ലാതെ ഇത് തന്നെ കൂട്ടിക്കൊണ്ടതായിരിക്കില്ല, ലോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവല്ലോ, ആഡ് ആയിട്ടുണ്ടായിരിക്കും. എന്തായാലും ഈ ഒരു ഇതിൽ നിന്ന് തുടങ്ങിയിട്ട് $200 മില്യൺ വരെ എത്തിച്ചൊരു കഥ, അതായത് ഇത്രയും ഹ്യൂജ് ലെവലിലേക്ക്, ഹ്യൂജ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഹ്യൂജ് മൾട്ടിപ്പിൾ
പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുത്തത്. അതാണ് ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞത്, ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ വേറൊരു പോയിന്റ് പറഞ്ഞത് ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ട്രേഡ് ചെയ്യിപ്പിച്ചിട്ട് ഓരോ കൊണ്ട് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കി. ഒരു ടർട്ടിൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് അതിലുള്ള എല്ലാവരെ കൊണ്ട് അതൊരു ചെറിയൊരു ചലഞ്ചൊക്കെ ചെയ്താണ്. ഒരു ഫ്രണ്ടായിട്ട് ഒരു ചലഞ്ച് ചെയ്തു. മൂപ്പര് പറഞ്ഞു ഇങ്ങനെ നടക്കൂലെന്ന്, പക്ഷേ റിച്ചാർഡ് ഡെന്നിസ് പറഞ്ഞു ഇങ്ങനെ നടക്കുമെന്ന്. അങ്ങനെ ചലഞ്ചൊക്കെ ചെയ്തിട്ട് നടന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറി ഉണ്ട്. അതേപോലെ ഈ മൂപ്പര് ട്രേഡ് ചെയ്ത് ഇത്ര ഹ്യൂജ് ഫോർച്യൂൺ ഉണ്ടാക്കിയതും കുറച്ച് ആൾക്കാരെ വെച്ച് ട്രേഡ് ചെയ്യിപ്പിച്ചിട്ട് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കിയതും, ആ 2 സ്റ്റോറിയാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ആദ്യം നമുക്ക് ഈ റിച്ചാർഡ് ഡെന്നിസ് എങ്ങനെ ട്രേഡ് ചെയ്തിട്ട് ഇത്രയും ലെവലിലേക്ക് എത്തി നോക്കാം. അതിന് മൂപ്പര് ഉപയോഗിച്ച കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റൂൾസിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഹ്യൂജ് ഫോർച്യൂൺ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് ഉപയോഗിച്ച 5 മെയിൻ പോയിന്റ്സ് അല്ലെങ്കിൽ 5 മെയിൻ റൂൾസ്, അല്ലെങ്കിൽ മൂപ്പര് എപ്പോഴും അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്ത 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് ഓൾവേസ് ഹാവ് എ സ്റ്റോപ്പ് ലോസ് എന്നുള്ളതാണ്. പറയുമ്പോൾ പല ആൾക്കാരും പറഞ്ഞതാണ്, നമ്മൾ കുറേ കേട്ടതൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മളൊരു ട്രേഡിൽ ഒരു ലോസിലേക്ക് പോകുന്ന ഒരു ട്രേഡ് നമ്മൾ ആവറേജ് ചെയ്യാൻ നിൽക്കരുത്. നെവർ ആവറേജ് എ ലോസിങ് ട്രേഡ്. നമ്മളൊരു ട്രേഡ് എടുത്തിട്ട് അത് ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ട്രേഡ് എടുക്കുന്ന ടൈമിൽ തന്നെ ഒരു ഫിക്സഡ് ആയിട്ട് ഒരു SL വേണം. ഇന്ന ഏരിയയിൽ എത്തിയാൽ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുള്ള ഒരു ഇത് വേണം. ലോസിൻ്റെ ഒരു ഏരിയ വേണം. അതൊന്നെങ്കിൽ നമ്മൾ മൈൻഡിൽ വെക്കും. മൈൻഡിൽ വെച്ചാൽ പല ആൾക്കാർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം ട്രേഡ് എടുത്തിട്ട് ലോസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ കഴിയില്ല. മാനുവലി കട്ട് ചെയ്ത് ഒഴിവാക്കാൻ കഴിയില്ല. ഞാനൊക്കെ സിസ്റ്റത്തിൽ ഇട്ട് വെക്കലാണ്. ടാർഗറ്റും ഇട്ട് വെക്കലാണ്, സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കലാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒന്നെങ്കിൽ മൈൻഡിൽ ഇട്ട് വെക്കുക, അതല്ലാണ്ടെങ്കിൽ സിസ്റ്റത്തിൽ ഇട്ട് വെക്കുക. മൈൻഡിൽ ഇട്ട് വെക്കാൻ കഴിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ മസ്റ്റായിട്ട് സിസ്റ്റത്തിൽ ഇട്ട് വെക്കുക. സ്റ്റോപ്പ് ലോസ് ഓർഡർ തന്നെ ഇട്ട് വെക്കുക. സോ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ആവറേജ് ചെയ്യാൻ നിന്ന് അല്ലെങ്കിൽ മറ്റേ സ്റ്റോപ്പ് ലോസ് എത്തുന്ന സമയത്ത് വിൽക്കാണ്ട് നിന്ന് അങ്ങനെയൊക്കെ നിന്നിട്ട് വലിയ ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് കളി കളിച്ചാലും റിക്കവർ ചെയ്ത് വരാൻ കഴിയില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ചെറിയ ചെറിയ ലോസാണ് വരുത്തുന്നുണ്ടെങ്കിൽ, സ്റ്റോപ്പ് ലോസ് കറക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് സുഖമായിട്ട് റിക്കവർ ചെയ്യാൻ കഴിയും. 100% ഞാൻ പറയാം, അത് നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും. പ്രോപ്പറായിട്ടുള്ള ട്രേഡ് നല്ലൊരു ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ എത്ര SL വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ കഴിയും. അത് പ്രോപ്പറായിട്ടുള്ള SL ആണെങ്കിലും മാത്രം. അതല്ലാത്ത SL ആണെങ്കിൽ ആവറേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിവഞ്ച് ചെയ്തിട്ട് ഹ്യൂജ് SL ഒക്കെ വരുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് റിക്കവർ ചെയ്യാനേ കഴിയില്ല. അതായത് ട്രേഡിങ്ങിൽ ശരിക്കും ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ട്രേഡ് എടുത്താലും അതിൽ 1 2 3 4 5 റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹ്യൂജ് ലോസ് വരാം. നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഒക്കെ ഇത് വരുത്താണെങ്കിൽ ഹ്യൂജ് ലോസ് വരും. നമുക്ക് റിവഞ്ച് ട്രേഡ് ചെയ്യാൻ ആവറേജ് ഒക്കെ ചെയ്തിട്ട് താഴേക്ക് പോകുമ്പോൾ വീണ്ടും ആവറേജ് ചെയ്ത് ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവന്നാൽ നമുക്ക് ഹ്യൂജ് ലോസ് വരും. അതല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ SL കൊടുക്കുകയാണെങ്കിൽ ചെറിയ ലോസ് വരും, സ്മോൾ ലോസ് വരും. ഇനി അതും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ട്രേഡ് കുറച്ച് മേലേക്ക് പോകുമ്പോൾ ബ്രേക്ക് ഈവണിലൊക്കെ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ബ്രേക്ക് ഈവണിൽ എക്സിറ്റ് ആവുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ഈവൺ എക്സിറ്റ് വരും. ഇനി അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് മേലേക്ക് കയറുന്ന സമയത്ത് തന്നെ എക്സിറ്റ് ആവുക, അല്ലെങ്കിൽ ട്രയലിംഗ് SL ഹിറ്റ് ആവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ പ്രോഫിറ്റ് വരും. ഓക്കെ, സ്മോൾ പ്രോഫിറ്റ്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പ്രോപ്പർ ടാർഗറ്റ് നമ്മൾ 1:5 അല്ല 1:10 ഒക്കെ വെച്ചിട്ട് നല്ല റിസ്ക് റിവാർഡൊക്കെ എടുത്തിട്ടുള്ള ട്രേഡാണ്. അത് പ്രോപ്പറായിട്ട് പോയി ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ഹ്യൂജ് ടാർഗറ്റും വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 2 3 4 5 ഈ ഒരു 5 ഇതാണ് വരിക. നമുക്ക് റിസൾട്ടാണ് ഏതൊരു ട്രേഡിലും നമുക്ക് വരിക. അതിൽ ഏത് വന്നാലും പ്രശ്നമില്ല. ഈ ഫസ്റ്റത്തെ ഈ ഒരു സംഭവം, ഈ ഹ്യൂജ് ലോസ് എന്ന് പറഞ്ഞ ഈ സംഭവം, ഇത് മാത്രം നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ട്. 100% ഗ്യാരണ്ടി തരാം. ഈ ഒരൊറ്റ സംഭവം ഒഴിവാക്കിയാൽ മതി. അതിനാണ് ഈ SL എന്ന് പറഞ്ഞ സംഭവം എന്തായാലും മസ്റ്റായിട്ട് കമ്പൽസറി ആയിട്ട് ഇട്ട് വെക്കുക എന്ന് പറഞ്ഞത്. അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഹ്യൂജ് ലോസ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് വരില്ല. ചെറിയ ലോസേ വരുള്ളൂ. ചെറിയ ലോസ് എത്ര വന്നാലും പ്രശ്നമില്ല. ചെറിയ ലോസ് കൂടി വലിയ ലോസ് ആയാലും കുഴപ്പമില്ല. ഒരു നല്ല ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ അല്ല കുറച്ച് ചെറിയ പ്രോഫിറ്റ് കിട്ടിയാൽ അത് റിക്കവറായി പോയിക്കോളും. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ്, ഓൾവേസ് ഹാവ് എ ഫിക്സഡ് സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് എന്തായാലും കമ്പൽസറി ആയിട്ട് ഫോളോ ഉണ്ടായാൽ മാത്രം പോരാ, അത് ഫോളോ ചെയ്യണം, അത് എക്സിക്യൂട്ട് ചെയ്യണം, അത് പ്രാക്ടിക്കലായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്, ട്രെൻഡ് ഈസ് വേർ ദ മണീസ്. ട്രെൻഡിലാണ് കാര്യം കിടക്കുന്നത്. റിച്ചാർഡ് ഡെന്നിസ് എന്ന് പറഞ്ഞ ട്രേഡർ ഒരു ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. മുപ്പര് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ ട്രെൻഡ് റിവേഴ്സ് ആണ് വരെ ആ ട്രെൻഡിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. മുപ്പര് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവില്ല, അത് ഹോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രോഫിറ്റ് റൺ ചെയ്ത് ആ ട്രെൻഡ് റിവേഴ്സലാവാനുള്ള ചാൻസ് ഒക്കെ കാണിക്കുന്ന സമയത്തേ ഉള്ളൂ. മുപ്പര് സ്ട്രാറ്റജി പ്രകാരം ഓരോ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് ആ ട്രെൻഡ് റിവേഴ്സ് ആവുന്ന ടൈമിലുള്ളൂ മുപ്പര് അതിന് എക്സിറ്റ് ആവുള്ളൂ. സോ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ട്രേഡ് മാത്രം എടുക്കുക. ട്രെൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രേഡ്സ് എടുക്കാതിരിക്കുക. ചില സ്കാൽപ്പിംഗ് മെത്തേഡ്സിലൊക്കെ ട്രെൻഡിന് അഗെയിൻസ്റ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം.
മാർക്കറ്റ് ഞങ്ങൾക്ക് ചില സമയത്ത് അങ്ങനെ എടുക്കലുണ്ട് ട്രെൻഡിന് അഗേൻസ്റ്റ്. പക്ഷേ ട്രെൻഡിന് അഗേൻസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് അതായത് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്, ട്രെൻഡ് അപ്പ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ മേലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം താഴേക്കുള്ളൊരു ട്രേഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കെയർഫുൾ ആയിരിക്കണം. കാരണം താഴേക്ക് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് കാണിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് തിരിഞ്ഞ് മേലേക്ക് തന്നെ കയറി പോകുക. കാരണം ഓവറോൾ ഹയർ ടൈം ഫ്രെയിമിലുള്ള ട്രെൻഡ് മേലേക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മാർക്കറ്റ് മേലേക്ക് പോകാനായിരിക്കും ഒരു ടെൻഡൻസി കൂടുതലുണ്ടാവും. താഴേക്ക് ഇപ്പോൾ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി തന്നാൽ പോലും അത് ചിലപ്പോൾ ടാർഗറ്റ് അടിക്കാതെ അല്ലെങ്കിൽ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് തിരിഞ്ഞിട്ട് നേരെ മേലേക്ക് കയറി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ട്രെൻഡിന് എപ്പോഴും നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ട്രെൻഡിനനുസരിച്ചുള്ള ട്രേഡ്സ് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് കട്ട് ലോസസ് ഷോർട്ട് ആൻഡ് ലെറ്റ് പ്രോഫിറ്റ്സ് റൺ. ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മറ്റേ SL എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ ഭാഗം. കട്ട് ലോസസ് ഷോർട്ട്, ലോസ് എപ്പോഴും ചെറുതാക്കി വെക്കുക. അതേപോലെ പ്രോഫിറ്റ്സിനെ റൺ ചെയ്ത് കൊണ്ടുപോകും, പ്രോഫിറ്റ്സിനെ ഹ്യൂജ് ഇതാക്കി കൊണ്ടുപോകും. അത് മൂപ്പര് ഫോളോ ചെയ്തൊരു സ്ട്രാറ്റജിയാണ്. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നല്ല രീതിയിലുള്ള റിസ്ക് റിവാർഡ് ഫോളോ ചെയ്ത് ചെറിയ ലോസും വലിയ പ്രോഫിറ്റ് വരിക. 1:5 അല്ല 1:10 അല്ല 1:20 ഒക്കെ വെക്കുക എന്ന് പറഞ്ഞാലൊക്കെ നമ്മളെ ഇമോഷണലി അത്രയും നല്ല ഒരു ഹയർ ലെവലിലാണെങ്കിലും മാത്രമേ നമുക്ക് 1:20 ഒക്കെ വെക്കാനും എടുക്കാനും പറ്റുള്ളൂ. ഓക്കെ, സോ അങ്ങനെ വലിയ റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാം. വിൻ റേറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. നമ്മളൊരു 100 ട്രേഡ് എടുത്താൽ ഇത്ര എണ്ണം ടാർഗറ്റ് അടിക്കണം, അല്ലെങ്കിൽ 90 എണ്ണം ടാർഗറ്റ് അടിക്കണം. കൂടുതൽ എണ്ണം പച്ചയാവുന്നതല്ല കാര്യം. നമ്മൾ മോഹൻലാലിൻ്റെ ഏതൊരുത്തിൽ പറഞ്ഞില്ലേ, എൻ്റെ കളരിൽ വെട്ടിൻ്റെ എണ്ണത്തിനല്ല കണക്ക് ആഴത്തിനാണെന്ന്. സംഭവം തന്നെ. അതായത് എണ്ണം നോക്കരുത്. നമ്മളെ പീനെ നോക്കുമ്പോൾ ഫുള്ള് പച്ച കളർ കത്തി നിൽക്കല്ല വേണ്ടത്, നമുക്ക് ഓവറോൾ പ്രോഫിറ്റബിൾ ആവല്ലേ വേണ്ടത്. അതിന് കുറേ എണ്ണം പച്ചയായിട്ട് കാര്യമില്ല. പച്ച ആവണേൻ്റെ ആഴം വളരെ കൂടുതലായിരിക്കണം, വലിയ പ്രോഫിറ്റുകളായിരിക്കണം വരുന്നത് ടാർഗറ്റ് അടിക്കുന്ന സമയത്ത്. അതേപോലെ SL വരുന്ന സമയത്ത് വളരെ ചെറിയ SL വരാൻ പറ്റുള്ളൂ. SLൻ്റെ ആഴം വല്ലാണ്ട് കൂടി പോവുകയും ചെയ്യരുത്. ആ സംഭവം എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കോമൺ അമംഗ് ഓൾ സക്സസ്ഫുൾ ട്രേഡേഴ്സാണ്. എല്ലാ ട്രേഡർമാരുടെ ഇടയിലും ഉള്ളൊരു, അതായത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എല്ലാ ട്രേഡർമാരുടെ ഇടയിലും ഉള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ ലോസ് ചെറുതാക്കി വെക്കുക, പ്രോഫിറ്റ് റൺ ചെയ്ത് വലിയ പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യാം. അങ്ങനെ വലിയ പ്രോഫിറ്റ് റൺ ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എത്ര ലോസ് വരുത്തിയാലും കുഴപ്പമില്ല, പ്രോപ്പർ സെറ്റപ്പ് പ്രകാരമുള്ള പ്രോപ്പർ SL പ്രകാരമുള്ള എത്ര ചെറിയ ചെറിയ ലോസുകൾ വരുത്തിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തായാലും തിരിച്ചു പിടിക്കാൻ പറ്റുന്നു. എന്തായാലും തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റ്സ് റണ്ണും കൂടെ ചെയ്യണം. പ്രോഫിറ്റ്സ് നമ്മൾ പ്രോപ്പർ ടാർഗറ്റ് എവിടെയാണ് വെക്കണം അതുവരെ നമ്മൾ ഹോൾഡ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ചെറിയ പ്രോഫിറ്റ് കാണുമ്പോഴേക്ക് ചാടി എക്സിറ്റ് അടിക്കാൻ നിൽക്കരുത്. 1:1 1:2 ഒക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ചാടി കയറി എക്സിറ്റ് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വരുത്തുന്ന SLും ലോസുകളൊന്നും റിക്കവർ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ്സ് റൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ്, ദ ബെസ്റ്റ് ട്രേഡേഴ്സ് ഹാവ് നോ ഈഗോ. ഈ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർമാർക്കൊന്നും ഈഗോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഈഗോ ലൈഫിലുണ്ടായിരിക്കും, പുറത്തുണ്ടായിരിക്കും. പക്ഷേ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ ഈഗോ എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു സ്ഥാനമില്ല. ഈഗോ ചെറിയ രീതിയിൽ പോലും വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ട്രേഡിങ്ങിനെ വല്ലാതെ ബാധിക്കും. അത് പല രീതിയിലും വരാം. നമ്മളിപ്പോൾ ട്രേഡ് എടുത്ത് SL അടിച്ച് കഴിഞ്ഞാലാണ് മെയിനായിട്ട് പ്രശ്നം വരിക. ഒരു SL അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്യണമെന്ന് തോന്നും. നമ്മളെ ഈഗോന് സമ്മതിക്കും. ലോസ് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ മൈൻഡ് സമ്മതിക്കില്ല. അതിപ്പോൾ വീണ്ടും ട്രേഡ് എടുക്കുന്നത് 2-3 SL ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈഗോ കൂടി നമുക്ക് തീരെ സഹിക്കാനേ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ അതിനൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുക. ട്രേഡിങ്ങിൽ ലോസ് എന്ന് പറഞ്ഞ സാധനം അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത സാധനമാണ്. ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ. ലോസ് എന്ന് പറഞ്ഞ സാധനം അൺഅവോയ്ഡബിൾ ആണ്. അത് മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. ലോസ് എന്തായാലും വരും. അതിന് നമ്മൾ ഈഗോ ആട്ടിയിട്ട് അത് തിരിച്ച് പിടിക്കാൻ പോയിട്ട് കാര്യമില്ല. നമ്മൾ സ്ട്രാറ്റജി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ലോസ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരിച്ച് പിടിച്ചോളും. നമ്മൾ പോലും അറിയാണ്ട് ആ ലോസ് നമ്മൾ തിരിച്ച് പിടിച്ചോളും. പക്ഷേ അത് തിരിച്ച് പിടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അത് പറയില്ല, നമ്മൾ പൂമ്പാറ്റിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരം പൂന്തോട്ടം ഉണ്ടാക്കുക, അപ്പോൾ പൂമ്പാറ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അതേപോലെ തന്നെ അതായത് ലോസ് പിടിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോവുകയുള്ളൂ, ഹ്യൂജ് ലോസിലേക്ക് പോവുള്ളൂ. അതിന് പകരം നമ്മൾ സ്ട്രാറ്റജി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ട്രേഡിങ് സ്കില്ല് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. ആ ലോസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് എത്തിക്കോളും. ഓക്കെ, സോ ഈഗോ എന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. പിന്നെ അടുത്തത്, നെവർ ട്രേഡ് വെൻ ദർ ആർ നോ ക്ലിയർ ഓപ്പർച്യൂണിറ്റീസ്. ഓപ്പർച്യൂണിറ്റി ഇല്ലേ ട്രേഡ് എടുക്കരുത്, അടങ്ങിയിരിക്കുക. എത്ര സമയം മാർക്കറ്റിൽ ഇരുന്നാലും ഒരു പ്രശ്നമില്ല. എൻ്റെയൊക്കെ വീഡിയോസിൽ ചില ദിവസങ്ങളിൽ
പല ദിവസങ്ങളിലും എനിക്ക് ട്രേഡ് ഇല്ലാത്തത് ഉണ്ടാവില്ല. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റിൽ വെറുതെ ഇരിക്കുകയായിരിക്കും, ട്രേഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഓപ്പർച്യൂണിറ്റി വരാത്ത ടൈം ആയതുകൊണ്ടാണ് അങ്ങനെ ക്ലിയർ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ആണെങ്കിലും എൻട്രി എടുക്കണ്ട. അപ്പോൾ നമുക്ക് മേലേക്ക് ഒരു എൻട്രി വരുന്നുണ്ട്, പക്ഷേ അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇങ്ങനെ ഞാനിപ്പോൾ സ്ട്രാറ്റജിയിൽ ഇത്ര 5 പോയിൻ്റാണ് നോക്കണതിൽ ഒരു 2 പോയിൻ്റ് റെഡി അല്ല, അപ്പോൾ ട്രേഡ് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണെങ്കിൽ എടുക്കണ്ട. അത് ഇനിയിപ്പോൾ അഥവാ മിസ്സായി പോയാലും ഒരു ടാർഗറ്റ് പോകുന്നല്ലേ ഉള്ളൂ, അത് പോട്ടെ എന്ന് വെച്ചാൽ ആ ടാർഗറ്റ് നമുക്കുള്ളതല്ല. അങ്ങനെ ഡൗട്ട് വരുന്ന ടാർഗറ്റ് നമുക്കുള്ള ടാർഗറ്റ് അല്ല, അത് പോട്ടെ എന്ന് വെച്ചാൽ മതി. ക്ലിയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, നല്ല രീതിയിൽ പ്രോബബിലിറ്റി ഉള്ള നല്ല ട്രേഡ് വരുന്ന സമയത്ത് മാത്രം എടുക്കുക. അതല്ല ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ വെറുതെ ഇരിക്കുക, വല്ല സിനിമ കാണുക, അല്ലെങ്കിൽ പാട്ട് കഴിക്കുക, അല്ലെങ്കിൽ പുറത്തു പോകുക, എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ട്രേഡ് എടുക്കരുത്. ക്ലിയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലേ ട്രേഡ് എടുക്കരുത്. ഓക്കെ, സോ അതാണ് 5ാമത്തെ പോയിന്റ്. സോ ഈ ഒരു 5 പോയിൻ്റാണ് മൂപ്പരെ റിച്ചാർഡ് ഡെന്നിസ് എന്ന ട്രേഡർ ഫോളോ ചെയ്തതിലുള്ള ഏറ്റവും മെയിനായിട്ടുള്ള 5 പോയിന്റ്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഈ ഒരു 5 പോയിൻ്റാണ് മെയിനായിട്ട് ഉള്ള പോയിൻറ്റ്സ്. സോ ഇതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഈ $400 എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഫണ്ടിനെ ട്രേഡ് ചെയ്ത് സ്കെയിലപ്പ് ചെയ്ത് അത് ഹ്യൂജ് ഫണ്ടിലേക്ക് എത്തിച്ച് $200 മില്യൺ വരെ എത്തിച്ചത്. $400 200 മില്യൺ വരെ എത്തിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളെ കഥേൻ്റെ ഫസ്റ്റ് പാർട്ട്, റിച്ചാർഡ് ഡെന്നിസ് എന്ന് പറഞ്ഞ ട്രേഡറെ ഒരു ഫോർച്യൂൺ. അപ്പോൾ ഇനി ഒരു ഭാഗം കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ടർട്ടിൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് അവർക്ക് എന്തൊക്കെ ഇതാണ് പഠിപ്പിച്ചു കൊടുത്തത്, ഓരെങ്ങനെയാണ് ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത കുറച്ച് ആൾക്കാർ ട്രെയിൻ ചെയ്തിട്ട് ഓരെങ്ങനെ പ്രോഫിറ്റബിൾ ആക്കി എന്നുള്ള കഥകളൊക്കെ തൊട്ടടുത്തൊരു വീഡിയോയിൽ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.